അങ്ങേക്ക് 16 മിനിറ്റ് സംസാരിക്കും. ബഹുമാനപ്പെട്ട സാർ, നമ്മുടെ സഹകരണ മേഖലയെ രക്ഷിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ഉപക്ഷേപത്തെ ഞാൻ പിന്താങ്ങുകയാണ്. അതിഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJP. രാജ്യം നൽകിയ മാൻഡേറ്റ് ദുരുപയോഗം ചെയ്യുകയും ജനദ്രോഹ വർഗീയ പാർട്ടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്ത BJPയുടെ തനിനിറം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദളിതരെയും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും തല്ലിയൊതുക്കിയും കൊന്നൊടുക്കിയും ഹിന്ദുരാഷ്ട്രം പടുത്തുയർത്തുക എന്ന മോഹത്തിന് രാജ്യമെങ്ങും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ദളിതരുടെയും ആദിവാസികളുടെയും ചെറുത്തുനിൽപ്പും പ്രതിഷേധവും ഒരു കൊടുങ്കാറ്റിനായി ഇന്ത്യയെങ്ങും വീശിയടിക്കുന്നത് BJP തീർച്ചയായും ആശങ്കയോടെയാണ് കാണുന്നത്. ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ കണ്ടെത്തുന്ന മാർഗങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിലൊരു യുദ്ധാന്തരീക്ഷമുണ്ടാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. ഈ യുദ്ധാന്തരീക്ഷത്തെ ആളുകൾ ഗൗരവത്തിലെടുക്കാൻ വേണ്ടി അതിനെ രാജ്യസ്നേഹമായി ബന്ധിപ്പിക്കുകയും ജനവികാരം ഇളക്കിവിടാൻ നോക്കുകയും ചെയ്തു. അതോടൊപ്പം ഈ അവസരം മുതലെടുത്ത് യുദ്ധസാമഗ്രികൾ വാങ്ങാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. പക്ഷേ പൊതുവിൽ ആളുകൾ പ്രകടിപ്പിച്ചത് യുദ്ധവിരുദ്ധ വികാരമായിരുന്നു. ഇതിനിടെ 5 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. BJPക്ക് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ യഥേഷ്ടം ഒഴുക്കാൻ പണമുണ്ടാക്കുന്നതിന് BJP കണ്ടുപിടിച്ച പുതിയ മാർഗമായിരുന്നു നോട്ടു പിൻവലിക്കൽ. സത്യത്തിൽ BJP കരുതിയതുപോലെ തന്നെ രാജ്യസ്നേഹപരവും കള്ളപ്പണക്കാരോടുള്ള അമർഷവുമായതുകൊണ്ടാണ് അമർഷത്തിലൂന്നിയതുമായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ആദ്യ മണിക്കൂറുകളിൽ കഴിഞ്ഞു. അല്പം കഷ്ടപ്പെട്ടിട്ടായാലും കള്ളപ്പണക്കാരെ ഒതുക്കാമല്ലോ എന്ന നിഷ്കളങ്ക പിന്തുണ നിലനിൽക്കുമെന്നാണ് BJP ധരിച്ചത്. ജയ്റ്റിലി മുതൽ കുമ്മനം വരെ ഈ സ്വപ്നലോകത്ത് വിഹരിച്ചു. ആദ്യ വിസ്ഫോടനത്തിന്റെ അല അടങ്ങി. കാര്യങ്ങൾ കുറെ കൂടി തെളിഞ്ഞു വരാൻ തുടങ്ങി. ജനം കണ്ണു തുറന്ന് കാണാനും കാതു തുറന്ന് കേൾക്കാനും നേരിട്ട് അനുഭവിക്കാനും തുടങ്ങി. വിവരമുള്ളവർ കാര്യങ്ങൾ വിശദീകരിക്കാനും കൂടി ആരംഭിച്ചപ്പോൾ സംഗതി കൈവിടുകയാണെന്ന് BJP നേതൃത്വത്തിന് ബോധ്യമായി തുടങ്ങി. കള്ളപ്പണം എന്നത് മൂടിവെക്കപ്പെട്ട നോട്ടുകളല്ല എന്നും നിയമവിരുദ്ധമായോ നികുതി വെട്ടിപ്പോ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണെന്നും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചു. അതായത് മയക്കുമരുന്ന് വ്യാപാരം പോലുള്ള ബിസിനസ്സിലൂടെ ലാഭമുണ്ടാക്കുന്നതും ആയത് മറച്ചുവെച്ച് നികുതി വെട്ടിപ്പ് ആക്കുന്നതും കള്ളപ്പണമാണ്. ലാഭമുണ്ടാക്കുക തന്നെ ആണ് കള്ള ബിസിനസ്സിലും വെള്ള ബിസിനസ്സിലും ചെയ്യുന്നത്. ഈ ലാഭമുണ്ടാകുന്നത് പണം ചാക്കിൽ കെട്ടി വെച്ചിട്ടല്ല, തുടർച്ചയായ വിനിമയം നടത്തിയിട്ടാണ്. അതിന് ബ്രേക്കിട്ടാൽ എല്ലാ സാമ്പത്തിക വിനിമയവും അവിടെ നിൽക്കും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
മീൻപിടുത്തക്കാർ കടലിൽ പോവാതാവുന്നു, കർഷകർ വിളവെടുക്കാതിരിക്കുന്നു, കമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു. ഇതൊന്നും കള്ളപ്പണ ബിസിനസ്സിൽ അല്ലല്ലോ സർ. പണം സൂക്ഷിച്ചു വെച്ചാലാണ് താൻ ധനികരാകുക എന്നാണ് പിശുക്കന്മാർ കരുതുന്നത്. പണമൊഴുക്കിയാലാണ് താൻ ധനികനാകുക എന്നാണ് മുതലാളി കരുതുന്നത്. കള്ളപ്പണക്കാർ പിശുക്കന്മാരല്ല, മുതലാളിമാരാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത്, ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വന്ന സമയത്ത്, മുതലാളിയുടെ കയ്യിലുള്ള നോട്ടുകൾ അയാൾ ബിസിനസ്സിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന പണത്തിന്റെ എത്രയോ ചെറിയ ഒരംശം മാത്രമാണ്. അത് തന്നെ പിടിച്ചെടുക്കാൻ ഈ സർക്കസ് കൊണ്ട് കഴിയുമോ? ഇല്ല, ഇല്ല. കാരണം കള്ളപ്പണക്കാർ ആ പണം പോലും വെളുപ്പിച്ചെടുക്കാൻ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇതൊന്നും മുൻകൂട്ടി കാണാൻ മോഡിയുടെ സാമ്പത്തിക ഉപദേശകന്മാർക്ക് കഴിയുന്നുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ജനങ്ങൾക്ക് മുന്നിൽ പുതിയ നിബന്ധനകൾ വയ്ക്കുകയാണ് സർക്കാർ. ആദ്യം പറഞ്ഞത് 4000 രൂപ മാറ്റിയെടുക്കാമെന്നാണ്. പിന്നെ അത് 2000-ആയി. അടുത്ത ദിവസം വിരലിൽ അടയാളം വയ്ക്കണമെന്നായി നിബന്ധന. ഈ കള്ളനും പോലീസും കളി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലല്ലോ നോട്ടുകൾ പിൻവലിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. 1978-ൽ 1000 രൂപ, 5000 രൂപ, 10000 രൂപ നോട്ടുകൾ പിൻവലിക്കുകയുണ്ടായി. അന്നത്തെ 1000 എന്നൊക്കെ പറഞ്ഞാൽ അതൊരു 1000 തന്നെ ആയിരുന്നു. സാധാരണക്കാരൊന്നും അക്കാലത്ത് 1000-ന്റെ നോട്ടുകൾ ഉപയോഗിച്ചിരുന്നില്ല. അതിനാൽ ആ പിൻവലിക്കൽ സാധാരണക്കാരനെ ബാധിക്കുമില്ല. അന്ന് മൊത്തം കറൻസിയുടെ 2% മാത്രമായിരുന്നു പിൻവലിച്ചത്. എന്നാൽ ഇപ്പോഴാകട്ടെ 86% നോട്ടുകളും പിൻവലിച്ചിരിക്കുകയാണ്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കീമോതെറാപ്പി ചെയ്യുന്നത് പോലെ ഒന്നല്ല കള്ളപ്പണ വേട്ടയ്ക്കായി നാട് കൂട്ടിച്ചോറാക്കുന്നത്. പണം തന്നെ ഇല്ലാത്ത ഒരു വിനിമയകാലം വന്നേക്കാം. അത് പെട്ടെന്നൊരു ദിവസം ജനങ്ങളുടെ തലയ്ക്ക് നേരെ തോക്കു ചൂണ്ടി ഉണ്ടാക്കാവുന്ന ഒന്നല്ല എന്ന് ഭരണക്കാർ തിരിച്ചറിയണം. നമ്മുടെ ഗ്രാമങ്ങളിൽ കൂലി കൊടുക്കുന്നതും റേഷൻ വാങ്ങുന്നതും മീൻ വിൽക്കുന്നതും ഒന്നും ഓൺലൈൻ വഴിയോ ചെക്ക് കൈമാറിയോ അല്ലല്ലോ. ഈ യാഥാർത്ഥ്യത്തിന് നേരെയാണ് ഭരണകൂടം മുഖം തിരിച്ച് നിൽക്കുന്നത്. കള്ളപ്പണക്കാരെ തൊടാൻ മോദി സർക്കാരിന് ധൈര്യമുണ്ടോ? ശരിക്കുള്ള കള്ളപ്പണക്കാരിൽ 4 പേരെ പിടിച്ചകത്താക്കി കിട്ടാൽ കാണാം കളി. അദാനിയെയോ അംബാനിയോ പോലുള്ള വൻകിടക്കാരുമായുള്ള എല്ലാ ബിസിനസ് ബന്ധവും ഭരണ നേതൃത്വം അവസാനിപ്പിക്കേണ്ടി വരും എന്നു മാത്രം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ എതിർ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണമിറക്കി കളിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുക, രാജ്യസ്നേഹപരമായ നടപടി എന്ന വ്യാജേന കയ്യടി നേടുക, കള്ളപ്പണം കുറെ പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ ആവാം മോഡി ചിന്തിച്ചത്. പക്ഷേ പിൻവലിക്കപ്പെട്ടത്
86% വരുന്ന കറൻസിയാണെന്നും അത്രയും ബദൽ കറൻസികൾ ശേഖരിക്കപ്പെട്ടിട്ടില്ലെന്നും ആർക്കാണ് സാർ ബോധ്യപ്പെടേണ്ടത്? ഇതൊക്കെ ബോധ്യപ്പെടേണ്ട റിസർവ് ബാങ്ക് ഈ നീക്കങ്ങളൊന്നും അറിഞ്ഞില്ലെന്നാണോ? അതോ പഴയ റിസർവ് ബാങ്ക് അല്ല ഇന്നത്തെ റിസർവ് ബാങ്ക് എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? 2 ആഴ്ചയായില്ലേ സർ മോഡിയുടെ ഭ്രാന്തൻ തീരുമാനം നിലവിൽ വന്നിട്ട്? ഇതിനിടയിൽ എത്ര പേരാണ് പണം മാറാൻ ക്യൂ നിന്ന് മരിച്ചത്? ഈ മനുഷ്യരെ മുഴുവൻ ക്യൂ നിർത്തുക വഴി എത്ര ദശലക്ഷക്കണക്കിന് തൊഴിൽ ദിനങ്ങളാണ് രാജ്യത്തിന് നഷ്ടപ്പെട്ടത്? സാർ, കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് BJP-ക്കാർ എന്താണ് പ്രചരിപ്പിച്ചത്? പ്രധാനമന്ത്രി കുപ്പായമിട്ട് മത്സരിക്കുന്ന മോഡി ചായക്കടക്കാരനായിരുന്നു എന്ന് പ്രചരണം. എന്നിട്ട് അവർ എന്തെന്നോ ചായ പേ ചർച്ച. അങ്ങനെ ചായ വിറ്റ് നടന്ന സാധാരണക്കാരനായ മോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അംബാനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയത്? അതുപോലെ ഇതേ അംബാനിയുടെ കീഴിൽ പണിയെടുത്ത ആളല്ലേ നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ? പണ്ട് ലൂയി 16 ഭാര്യ ഭക്ഷണത്തിനു വേണ്ടി തെരുവിലിറങ്ങിയ ജനങ്ങളെ ചൂണ്ടി ചോദിച്ച അതേ ചോദ്യമാണ് പണക്കാരന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ജനങ്ങളെ ചൂണ്ടി പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന ജനങ്ങളെ ചൂണ്ടി മോദിയും ചോദിക്കുന്നത്. 100-ന്റെ 50-ന്റെയോ 100-ന്റെയും 50-ന്റെയും നോട്ടുകളില്ലെങ്കിൽ എന്താ? ഇവർക്ക് 2000-ന്റെ നോട്ട് ഉപയോഗിച്ചുകൂടെ എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത അവകാശവാദം നോട്ട് പിൻവലിക്കലിലൂടെ ഭീകരതയുടെ വേരറുക്കുമെന്നാണ്. അത് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ ഇതിനകം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറിപ്പറന്നേനെ. അതുകൊണ്ട് റിസർവ് ബാങ്കിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലെന്ന് പറഞ്ഞ് സഹകരണ ബാങ്കുകളെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അംബാനിയുടെയും മല്യയുടെയും ഒക്കെ ആയിരക്കണക്കിന് കോടി രൂപ എഴുതിത്തള്ളുന്നതിൽ എന്തേ ഈ കൂട്ടർക്ക് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല? സാധാരണക്കാരായ നമ്മളൊക്കെ പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിച്ച പണമാണ് മല്യയ്ക്കും മറ്റും എഴുതിത്തള്ളി നൽകുന്നത്. സഹകരണ മേഖലയോട് വിവേചനം കാട്ടുന്നതിലൂടെ കേരളത്തെ ആകെത്തന്നെ തകർക്കാൻ ആണ് മോദിയും BJP-യും ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ലേ കേരളത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമായിട്ട് പോലും BJP-ക്കാർ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? സഹകരണ സംഘങ്ങൾ കള്ളപ്പണത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് പ്രചരിപ്പിച്ച് സഹകരണ സംഘങ്ങളെ തകർക്കുന്ന BJP-യുടെ തനിനിറം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. മഹാരാഷ്ട്രയിലെ BJP നേതാവും മന്ത്രിയുമായ സുഭാഷ് ദേശ്മുഖിന്റെ
കാറിൽ നിന്ന് 92 ലക്ഷം രൂപയുടെ നോട്ടുകളാണ് പിടിച്ചെടുത്തത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മന്ത്രി കുടുങ്ങിയത്. സാർ, നാട്ടുകാർ അരി വാങ്ങാൻ കാശിനായി ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന് തലകറങ്ങി വീഴുമ്പോൾ കർണാടകയിലെ ഖനിമുതലാളിയും BJP നേതാവുമായ ജനാർദ്ദന റെഡ്ഡിക്ക് നോട്ടുകെട്ടുകൾ ഒരു പ്രശ്നമേ അല്ല. തന്റെ മകളുടെ കല്യാണത്തിന് പൊട്ടിച്ചത് 500 കോടി രൂപ. 500 കോടി രൂപ. 500 കോടി രൂപ. നോട്ടുകൾ പിൻവലിച്ചതായി പ്രഖ്യാപിച്ച കാലഘട്ടത്തിൽ BJPയുടെ അക്കൗണ്ടിൽ കുമിഞ്ഞുകൂടിയ പണത്തിന്റെ കണക്ക് വെളിപ്പെടുത്തണമെന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെടുന്നു. അപ്പോഴാണ് നാട്ടിൻപുറത്ത് സാധാരണ സഹകരണ ബാങ്ക് കള്ളപ്പണത്തിന്റെ കേന്ദ്രമാണെന്ന് പ്രചരിപ്പിച്ച സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേരളത്തിന്റെ അഭിമാന പ്രശ്നമാണ്. ഒത്തിരി ചോരയും കണ്ണീരുമൊക്കെയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തിയത്. അത് കേരളത്തിന്റെ ചോരയും പ്രാണനുമാണ്. അതിനെ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞാൽ കേരളത്തെ ശ്വാസം മുട്ടിച്ചു കൊല്ലുക എന്നാണ് അർത്ഥം.